ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കൂ. ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. നിനക്ക് എന്ത് പറ്റി? നീ എന്താ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്? പണ്ട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ള വിവരക്കേടുകളൊക്കെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന അന്ന് ഭയങ്കര സംഭവമായിരുന്നു എന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറെ വിവരമില്ലാത്തവന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഏതോ വിവരമില്ലാത്തവൻ വേറൊരു വിവരമില്ലാത്തവനോടോ വിവരമില്ലാത്തവളോടോ പറഞ്ഞു പണ്ട് എന്റെ അമ്മുമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രസവവേദന വന്നത്. അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. ആ ചെയ്ത അമ്മൂമ്മ ഒരൊറ്റ ആള് കാരണം നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ പ്രസവവേദന വന്നാൽ അല്ലെങ്കിൽ ഗർഭിണി ആയി കഴിഞ്ഞാൽ ഇരിക്കപ്പുറത്ത് കൊടുക്കാതെ ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിക്കോളും. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഓ ഗുഡ്. അപ്പൊ അവിടെ നിന്നവര് പറഞ്ഞു അമ്മായി ഇപ്പൊ പ്രസവിച്ചല്ലേ ഉള്ളൂ, ഒന്ന് പോയി റെസ്റ്റ് എടുത്തോളാൻ. അതാ ഫാമിലി. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. 1955-60 കാലഘട്ടങ്ങളിൽ ആ കണക്ക് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 107 കുഞ്ഞുങ്ങൾ മരിച്ചിരുന്നു എന്നുള്ളതാണ്. അതിപ്പോ പ്രസവം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് നീ കുത്തിയിടുന്ന പപ്പായ പോലെ കിടക്കൂ. അരി ഇടിക്കുമ്പോൾ പോയി പ്രസവിച്ചിട്ട് വന്ന അമ്മുമ്മയില്ലേ, പുള്ളിക്കാരി 12 പെറ്റ്, അതിൽ 6 ദീനം വന്ന് ചത്തുപോയി, 2 പെറ്റ ഉടനെ ചത്തുപോയി എന്ന് കൂളായിട്ട് പറയും. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ശരി, പണം ഉണ്ടായിട്ട് കാര്യമില്ല, അന്തസ് വേണം. പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അഖിൽമാരാറുടെ ഭാവനയിലുള്ള പ്രഗ്നൻസി ഇതാണെന്ന് തോന്നും. പുറശത്ത് DJ മൈക്കൊക്കെ വെച്ച് മറ്റേ ലൈറ്റ് ഒക്കെ കെട്ടി നോക്കിയിട്ട് ചേച്ചിമാരെ അപ്പുറത്ത് പാട്ട് കൂട്ടി നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. കറക്റ്റ്. വെറുതെ കാര്യത്തിനകത്ത് ജയറാവ് തന്നെ നിങ്ങളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു പുള്ളി എഴുതിയത്. നിങ്ങൾ എഴുതി കൊടുത്ത വല്ല കഥയാണോ അത്? സീരിയസ്ലി അങ്ങനെയൊക്കെ തോന്നിപ്പോകും. സുഗുണേട്ടന്റെ തറവാട്ടിലെ ഇത്രയും ഭയങ്കരികളായ പെണ്ണുങ്ങളുണ്ടെന്നുള്ള വിവരം ഞാൻ ഇപ്പോഴാട്ടോ അറിയണത്. അന്നത്തെ കാലത്ത് ഒരു പ്രോപ്പറായിട്ട് പ്രഗ്നൻസി പരിചരണം ഉണ്ടായിരുന്നില്ല. ന്യൂട്രീഷന്റെ അഭാവം കാരണം ഉണ്ടാവുന്ന കുട്ടികളെല്ലാം അണ്ടർ വെയിറ്റ് ആയിരുന്നു. ആളുകൾക്ക് അത്രയും ബോധം ഉണ്ടായിരുന്നില്ല. മാരാരെ പോലായിരുന്നു. ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഇങ്ങനെ ചിന്താഗതിയുള്ള മാരാറണ്ണനാണ് തൃക്കാക്കരയിൽ മത്സരിച്ചത് എന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. അപ്പൊ എന്തായാലും ഇലക്ഷൻ റിസൾട്ട് ഉടനെ വരുമല്ലോ. അപ്പം നമുക്ക് അണ്ണന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കൂ ഗായ്സ്. കൗതുക ലേശം കൂടുതലാണ്. കേരളത്തിലെ സ്ത്രീകൾ, എസ്പെഷ്യലി അമ്മ പെങ്ങന്മാർ എല്ലാരും കൂടി എടുത്തിട്ട് എയറിലാക്കി. എന്തുവാടേ കോമഡി പീസ് ആയിപ്പോ സത്യം പറഞ്ഞാൽ. എനിക്കായിരുന്നു കുഴപ്പം. എന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ടേ ഒരു കുത്തിക്കഴപ്പ്. ചില കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്ത് കാണുമ്പോണ്ടല്ലോ, ഇതിലും വലിയൊരു കോമഡി പീസ് കേരളത്തിൽ വേറെ ഇല്ല എന്നുള്ള രീതിക്കാണ് നിങ്ങൾ ഡീൽ ചെയ്യാറ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.